കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മഹത്തായ കലാപരിപാടിയാണ് കഥാപ്രസംഗം. ആ മേഖലയിൽ പ്രാവീണ്യം കൊണ്ട കാതികൻ PDP റോയ്ക്ക് നമസ്കാരം. കഥാപ്രസംഗം എന്ന മേഖലയിൽ വരാനുള്ള പ്രചോദനം എന്താണ്? ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപരിപാടിയായിരുന്നു കഥാപ്രസംഗം. പ്രമുഖരായ കാതികന്മാരുടെ കഥകൾ കേട്ട് അതിന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ രംഗത്തോട് കടന്നു വന്നത്. എത്രത്തോളം വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്? ചുരുങ്ങിയ കാലയളവിൽ ഒരു 8-10 ക്ഷേത്രങ്ങളിൽ ഈ കലാരൂപം അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജന്മസിദ്ധമായിട്ട് ഉള്ള കഴിവാണോ ഈ കഥാപ്രസംഗത്തിൽ? ജന്മസിദ്ധമായിട്ട് ഉള്ള കഴിവ് കിട്ടിയിട്ടില്ല. ഇത് കണ്ടും കേട്ടും ആസ്വദിച്ചും ഇത് നടത്തിയുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ആ രംഗത്തോട്ട് കടന്നു വന്ന ഒരു എളിയ കലാകാരനാണ് ഞാൻ. ഇന്നത്തെ കഥാപ്രസംഗ മേഖലയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? നമ്മുടെ ലോകത്ത് മഹാമാരി വന്നതിന് ശേഷം കലാരൂപങ്ങളെല്ലാം വളരെയധികം സൂക്ഷിക്കുകയും അവസരങ്ങളും കുറയുകയും ചെയ്ത ഒരു കാലഘട്ടമാണ്. കഥാപ്രസംഗം ഇപ്പം കേൾക്കാനോ ആസ്വദിക്കാനോ ജനങ്ങൾക്കോ ചെറുപ്പക്കാർക്കോ ഉള്ള ഒരു താല്പര്യം അങ്ങനെ കണ്ടുവരുന്നതായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കടന്നു വന്ന മൊബൈൽ ഫോൺ. പിന്നെ ഏത് പരിപാടി, ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും ഈ ചെറിയ പരിപാടിയിൽ അവിടെ മിമിക്രിക്കാരുടെ കലാരൂപത്തിന് കിട്ടിയ ഒരു പ്രചോദനവും ഒരു സപ്പോർട്ടും ബാക്കിയുള്ള നാടകം, കഥാപ്രസംഗം ഇങ്ങനെയുള്ള കലകൾക്ക് ജനങ്ങളോടുള്ള താല്പര്യം വളരെയധികം കുറഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഇപ്പം മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് ആൾക്കാർ ഒന്ന് ബട്ടൺ അമർത്തുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട കലാപരിപാടികൾ ആസ്വദിക്കാനും കേൾക്കാനും ഉള്ള ഒരു സന്ദർഭവും സൗകര്യവും നമ്മുടെ സമൂഹത്തിന് ലഭിച്ചതുകൊണ്ട് ഇപ്പം പബ്ലിക് ഗ്രൗണ്ടിൽ പോയിട്ട് കല ആസ്വദിക്കുന്ന ഒരു പ്രവണത എല്ലാവരിലും കുറഞ്ഞു വന്നിരിക്കണം. അതാണ് പ്രധാനമായിട്ടും ഈ കഥാപ്രസംഗത്തിനുള്ള അവസരങ്ങൾ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നതും വളരെയധികം കലാകാരന്മാരും കഥാപ്രസംഗ വേദിയിലോട്ട് വരാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അവസരങ്ങൾ ഇല്ല, ആൾക്കാരുടെ ആസ്വാദനം കുറഞ്ഞു പോയി, ശ്രദ്ധിക്കാൻ ആളില്ല, ഗ്രൗണ്ടിൽ വരാൻ ആളില്ല. അതാണ് പ്രധാന കാരണം. കഥാപ്രസംഗം നിന്നുപോയിട്ടില്ല, അവസരങ്ങളും കുറവും, കലാകാരന്മാരും പഴയതുപോലെ ഈ വേദിയിലോട്ട് വരുന്നില്ല. എന്തുകൊണ്ട് കഥാപ്രസംഗ മേഖലയിൽ പിന്നീട് തുടർന്നില്ല? ജീവിതത്തിന്റെ പല ജീവിതമായിട്ടും ജോലിയായിട്ട് പോയതുകൊണ്ടും ഈ രംഗത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നുകൊണ്ടും ആണ് ഈ കലാരംഗം ഈ കലയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നത്.